ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് മറുപടിയുമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. മുഴുവൻ സംഘബലവുമായി എത്തിയാലും തമിഴ്നാട്ടിൽ രക്ഷയില്ല. തമിഴ് ജനതയെക്കുറിച്ച് അമിത്ഷായ്ക്ക് അറിയില്ല. സംഘപരിവാറിന് മുന്നിൽ തമിഴ്നാട് തലകുനിക്കില്ലെന്നും സ്റ്റാലിൻ. ഉദയനിധി സ്റ്റാലിൻ അപകടകാരിയെന്നും ബി.ജെ.പി. നേതൃത്വത്തിന് സ്റ്റാലിന്റെ മുന്നറിയിപ്പ്. അപർണ കാർത്തിക നമുക്കപ്പോൾ. അപർണ കാർത്തിക, നേർക്കുനേർ വെല്ലുവിളിയിലേക്ക് സ്റ്റാലിൻ കടക്കുകയാണോ? തീർച്ചയായും പരസ്യമായ ഒരു വെല്ലുവിളിയിലേക്ക് തന്നെ എത്തുകയാണ്. DMK-യുടെ യുവജന വിഭാഗത്തിന്റെ പൊതുപരിപാടിയിൽ വെച്ചാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിന്റെ പരസ്യ പ്രതികരണം വന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട് പിടിച്ചെടുക്കുക എന്ന ബി.ജെ.പിയുടെ ലക്ഷ്യം അതൊരു തരത്തിലും ഫലം കാണാൻ പോകുന്നില്ല. TVK-യുമായി സഖ്യം ചേർന്നാൽ പോലും ഇവിടെ DMK-യെ തൊടാൻ കഴിയുകയില്ല എന്ന് വളരെ പരസ്യമായി തന്നെയാണ് എം.കെ. സ്റ്റാലിൻ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും അപകടകാരി യുവജന സംഘടനയെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഉദയനിധി സ്റ്റാലിനാണെന്നും അത് ബി.ജെ.പിക്ക് കനത്ത താക്കീതായിരിക്കും നൽകുകയെന്നുമുള്ള പ്രസ്താവനയാണ് DMK-യുടെ ഭാഗത്തു നിന്ന്, എം.കെ. സ്റ്റാലിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. കാരണം ഇനി യുവാക്കളെ അണിനിരത്തിക്കൊണ്ട് തമിഴ്നാട് പിടിക്കുക എന്നുള്ളൊരു തന്ത്രമാണ് DMK പരീക്ഷിക്കാൻ പോകുന്നത്. അതിനോട് ഏറ്റുമുട്ടാൻ ഒരു കാരണവശാലും ബി.ജെ.പി മുഴുവൻ സംഘബലം കൊണ്ടുവന്നാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണച്ചാൽ ആ രാഷ്ട്രീയ പാർട്ടിക്കോ കഴിയില്ല. TVK-യാണ് ഉദ്ദേശിച്ചത്, TVK-ക്ക് പോലും കഴിയില്ല എന്നുള്ള കൃത്യമായ സന്ദേശം, കൃത്യമായ സൂചനയാണ് DMK നൽകുന്നത്. എന്തായാലും ഏറ്റവും അപകടകാരി ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം, സംഘപരിവാർ ശക്തികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടകാരിയാവുക ഉദയനിധി സ്റ്റാലിനായിരിക്കും. സ്റ്റാലിൻ പറയുന്നത് പോലെയല്ല ഉദയനിധി സ്റ്റാലിൻ പറയുക, സ്റ്റാലിൻ പ്രവർത്തിക്കുന്നത് പോലെയല്ല ഉദയനിധി സ്റ്റാലിൻ പ്രവർത്തിക്കുക എന്നാണ് DMK തമിഴ്നാട് മുഖ്യമന്ത്രിയും DMK അധ്യക്ഷൻ കൂടിയായ എം.കെ. സ്റ്റാലിൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും തമിഴ് രാഷ്ട്രീയത്തിൽ തമിഴ് ജനതയുടെ മനസ്സിൽ ഇടം പിടിക്കാൻ ഒരു കാരണവശാലും ബി.ജെ.പിക്കോ സംഘപരിവാർ നേതൃത്വത്തിനോ കഴിയുകയില്ല എന്നുള്ള സൂചനയും എം.കെ. സ്റ്റാലിൻ നൽകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അപർണ കാർത്തികയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി ഇതിനുള്ള അമിത്ഷായുടെ മറുപടി എന്താണ്? അതോ മറുപടി പറയാതെ ചെയ്തു കാണിക്കാം എന്നുള്ള നിലപാടായിരിക്കുമോ? നമുക്ക് കാത്തിരിക്കാം.